ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 ജനുവരി മാസത്തെ ഫലമാണ് പറയുന്നത്. ജനുവരി മാസത്തിൽ ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടവും കൂടി ചേരുന്ന മകരരാശി അല്ലെങ്കിൽ മകരക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. ആ രാശി ചിന്തിക്കുമ്പോൾ 7 ശനിയെ തുടരുന്ന ശനി 2ാം ഭാവത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 3ാം ഭാവത്തിൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന രാഹു, 4ാം ഭാവത്തിൽ വ്യാഴം, അതേ ടൈമിൽ 9ാം ഭാവത്തിൽ കേതു ത്രികോണസ്ഥാനത്ത് നിൽക്കുന്നത് കുഴപ്പമൊന്നുമില്ല. 11ാം ഭാവത്തിൽ ബുധനും ശുക്രനും നിൽക്കുന്നത് വളരെ ഗുണകരമാണ്. 12ൽ സൂര്യനും ബുധനും. ഇതാണ് ഗ്രഹസ്ഥിതി. ഇവർക്ക് ഈ മാസവും വളരെ ഗുണകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെ പങ്കുവയ്ക്കുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള പേപ്പർ വർക്കുകൾ, അല്ലെങ്കിൽ വല്ല ലോണുകൾ, അല്ലെങ്കിൽ ധനത്തിനുള്ള അപേക്ഷകൾ, അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടുള്ള പട്ടയ സംബന്ധമായിട്ടുള്ള വർക്കുകൾ, രേഖകൾ, പുതിയ സ്ഥലങ്ങൾക്കെല്ലാം രേഖകൾ ഉണ്ടാക്കുക, ഗവൺമെൻറ് സംബന്ധമായിട്ട് വല്ല വഴക്കുകളോ അതിർത്തി തർക്കങ്ങളോ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. യാത്രകൾ കൊണ്ട്, ഉദ്ദിഷ്ട യാത്രകൾ കൊണ്ട് ഗുണപ്രാപ്തി ഉണ്ടാവും. ഒരു യാത്രയ്ക്ക് തിരിച്ചിരിക്കുന്ന യാത്ര സക്സസ് ആയി വരുമോ, അല്ലെങ്കിൽ പോയ കാര്യങ്ങൾ നടത്തി വരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതെല്ലാം ഉചിതപരമായിട്ട് സാധിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കുടുംബ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും കുടുംബത്തിന് വേണ്ടി പാടുപെടുവാനും അതിനുവേണ്ടി കഷ്ടപ്പെടുവാനും തയ്യാറായി നിൽക്കുന്ന ഒരു അവസരമാണ് കാണുന്നത്. സഹായഹസ്തങ്ങളെല്ലാം ഉണ്ടാവും. ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ചായിട്ട് അകന്നു പോകുന്നതായി കാണാം. വിഷമതകളെല്ലാം മാറി മനസ്സിനൊരു സുഖം വരുന്നതായിട്ട് കാണാൻ സാധിക്കും. കഷ്ടകാലം കഴിഞ്ഞു എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നവർക്കെല്ലാം അതൊരു ആശ്വാസപരമായിട്ടുള്ള ഒരു സമയം തന്നെ, അല്ലെങ്കിൽ ഒരു വാക്ക് തന്നെയാണ് കാണുന്നത്. ഭവന നിർമ്മാണം, ഭൂമി സാധ്യത, ഭൂമി വാങ്ങിക്കൽ, ഭൂമി കൊടുക്കൽ വാങ്ങിക്കലുകൾ, ബിസിനസ് സംബന്ധമായിട്ടുള്ള മേഖല, കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടുള്ള മേഖല, ആരോഗ്യപരമായിട്ടുള്ള ഹെൽത്ത് സംബന്ധമായിട്ടുള്ള മേഖല, മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖല, അങ്ങനെയുള്ളവർക്കെല്ലാം ഉചിതപരമായിട്ടുള്ള നേട്ടങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പുതിയ ഭവനം നിർമ്മിക്കാൻ ആഗ്രഹിച്ച് ഇരിക്കുന്നവർക്കെല്ലാം ഈ മാസത്തിൽ തുടങ്ങി വയ്ക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. പ്രാരംഭഘട്ട ജോലികൾ, ഗൃഹനിർമ്മാണത്തിൻ്റെ പ്രാരംഭഘട്ട ജോലികളെല്ലാം പ്രവർത്തിച്ച് വരുവാനുള്ള സാധ്യതയുണ്ട്. ചില അനുയോജ്യമല്ലാത്ത ഭൂമികളെല്ലാം വിറ്റ് വേറെ ഭൂമി വാങ്ങിക്കാൻ ആഗ്രഹിക്കും പറ്റുന്ന ഒരു സമയമായിട്ടാണ് ഈ സമയം കാണുന്നത്. ചിലപ്പോൾ ഒരു വീട് ഭവനം വെക്കാനായി ഒരുങ്ങി പുറപ്പെട്ട് ചിലപ്പോൾ അത് പാതി വഴിക്ക് നിന്ന് ഈ സ്ഥലം വേണ്ട, എന്തായാലും വേറൊരു സ്ഥലം വാങ്ങിച്ച് ഭവനം കെട്ടാം, അല്ലെങ്കിൽ കിട്ടിയ ഭവനം വാങ്ങിക്കാം എന്നൊക്കെ തീരുമാനിക്കുന്നവർക്കെല്ലാം നടക്കുന്നൊരു സമയമാണ് എന്നുള്ളത്. പുതിയ വാഹനം വാങ്ങിക്കാനായി തീരുമാനിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നവർക്കെല്ലാം ബുക്ക് ചെയ്യാനായിട്ടും ബുക്ക് ചെയ്തവർക്കെല്ലാം റിലീസായി കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അവനവൻ്റെ പ്രവൃത്തി മൂലവും ബുദ്ധി മൂലവും കിട്ടുന്ന ഓരോരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോ പ്രവർത്തനങ്ങളിലും വൻ ഉത്തമത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. അവരുടെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ അവരുടെ ഉയർച്ചയ്ക്കും അവരുടെ ഭാവിക്കും വേണ്ടി നിലനിർത്താൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു വരുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി എടുക്കുവാനോ അല്ലെങ്കിൽ വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയോ അല്ലെങ്കിൽ വിദേശത്ത് പോയി ജോലി ചെയ്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ചെയ്ത് ജോലി ചെയ്ത് വരാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. വിദേശത്തേക്ക് വേണ്ടി ധനം കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു പറഞ്ഞാൽ തീർച്ചയായിട്ടും നഷ്ടപ്പെടില്ല. അത് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് വൈകിയാണെങ്കിലും വിദേശത്തേക്ക് പോകാനും നിങ്ങൾ ഉദ്ദിഷ്ടമാരി വിസകൾ വന്നു ചേരുവാനും യാത്ര തിരിക്കുവാനുള്ള സാധ്യതകളെല്ലാം കുറേ കാണുന്നുണ്ട്. ധനനഷ്ടങ്ങളെല്ലാം കുറച്ച് നികത്തി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കടബാധ്യത മൂലം ബുദ്ധിമുട്ട് കൊടുക്കുന്നവർക്കെല്ലാം കുറച്ച് ആശ്വാസം വരുവാനും കട നിവൃത്തി ചെയ്യുവാനും പിടിച്ചു നിൽക്കുവാനുള്ള സാധ്യതയുണ്ട്. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളവർക്കെല്ലാം അത് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടി വരുന്ന ഒരു സമയം കൂടിയായിട്ടാണ് കാണുന്നത്. ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ള മേഖലയിലും ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ഉചിതപരമായിട്ടുള്ള സമയമാണ്. വസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വരും കാലങ്ങളിൽ വൻ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. പുതിയ വർഷത്തിൽ തന്നെ അവർക്ക് ഗുണാനുഭവങ്ങൾ തന്നെ വരുവാനുള്ള സാധ്യതയുണ്ട്. സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഉചിതപരമായിട്ടുള്ള സമയം തന്നെയാണ് കാണുന്നത്. മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ളത്, മോട്ടോർ സംബന്ധമായിട്ടുള്ള, ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ള വർക്കുകളും അല്ലെങ്കിൽ ഇരുമ്പ് സംബന്ധമായിട്ടുള്ള പ്രവർത്തന വസ്തുക്കളിലും
എല്ലാം ഉചിതപരമായിട്ടുള്ള സമയമാണ്. വാഹന സംബന്ധമായിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായിട്ടും, ബിസിനസ് ചെയ്യുന്നവർക്കും ഗുണകരമായിട്ടുള്ള സമയമാണ്. വസ്ത്രമേഖലയിൽ സ്ഥിതി ചെയ്യുന്നവർക്കും ഗുണകരമായിട്ടുള്ള സമയം തന്നെയാണ്. സേനാധിപത്യം വഹിക്കുന്നവർക്കും സേനാധിപത്യം വഹിക്കുന്ന പോലീസ് മേധാവികൾ, അതുപോലെ സേനാധിപത്യം വഹിക്കുന്നവരും ജവാന്മാരും ആർമി, നാവികസേന, വ്യോമസേന എന്നീ മേഖലയിൽ പഠിക്കുന്നവർക്കും കവികൾക്കും റൈറ്റർമാർക്കും എഴുത്തുകുത്തുകൾ ജോലി ചെയ്യുന്നവർക്കും ഡ്രോയിങ് സംബന്ധമായിട്ട് കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണസംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ്റിൽ നിന്നും അംഗീകാരം കിട്ടുവാനുള്ള സാധ്യതയും അവരവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുമോദനം കിട്ടുവാനുള്ള സാധ്യതയും എല്ലാം ഈ മാസത്തിൽ അവർക്ക് തെളിഞ്ഞു കാണുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടന്നു വരുവാനും മനസ്സിന് സംതൃപ്തി തരുന്ന ഒരു സംഭവമായിട്ടും വരുവാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം നല്ല ഒരു സമയമാണ് വരാനിരിക്കുന്നത്. തീർച്ചയായും ജനുവരി മാസത്തിൽ അത് വർഷത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ അവർക്ക് പുതിയ തുടക്കം കുറിക്കാൻ പറ്റും. പുതിയ പ്രവർത്തകർ രംഗത്ത് വരുവാനുള്ള സാധ്യതയുണ്ട്. പുതുമുഖങ്ങൾ രംഗത്ത് വരുവാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിലും അതുമാതിരി പുതുമുഖങ്ങൾ രംഗത്ത് വരുവാനും ഇതുവരെ സ്ഥാനമാനങ്ങളില്ലാത്തവർക്കെല്ലാം സ്ഥാനമാനങ്ങൾ കിട്ടുവാനും കുറച്ച് ഇമേജ് എല്ലാം പോയി എന്ന് നിൽക്കുന്നവർക്കെല്ലാം ഇമേജ് തിരിച്ചു വരുവാനുള്ള സാധ്യതകളും കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വരാൻ പോകുന്ന കാലം വളരെ ഉചിതപരമായിട്ടുള്ള സമയം തന്നെയാണ്. എന്നിരുന്നാലും ഉത്രാട നക്ഷത്രക്കാർക്ക് ശിവലിംഗം, ധാര, വിളക്ക്, മാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവയും, തിരുവോണ നക്ഷത്രക്കാർക്ക് ഭഗവതിക്ക് തിങ്കളാഴ്ച വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് അർച്ചനയും ഭാഗ്യസൂക്തവും നടത്തുകൊണ്ട് ഗുണാനുഭവങ്ങളുണ്ടാവും. അവിട്ട നക്ഷത്രക്കാർക്ക് ചൊവ്വാഴ്ച ഭഗവതി ക്ഷേത്രം ചെയ്യുന്നത് മൂലം ഉത്തമമായിട്ട് കാണുന്നുണ്ട്. നമസ്കാരം.